During chemical dehumidification process of air, chemical dehumidification സമയത്ത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചറിന് എന്താ സംഭവിക്കുന്നത്, ഹ്യൂമിഡിറ്റി എന്താണ് സംഭവിക്കുന്നത് എന്നതാണ് ക്വസ്റ്റ്യൻ. In a chemical dehumidification, a hygroscopic material or chemical like silica gel or lithium chloride solution absorb moisture from the air. Chemical dehumidificationൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹൈഗ്രോസ്കോപ്പിക് എന്ന് വെച്ചാൽ മോയിസ്ചറിനോട് അഫിനിറ്റി ഉള്ള ഒരു കെമിക്കൽ, സിലിക്ക ജെൽ പോലെയോ അല്ലെങ്കിൽ ലിഥിയം ക്ലോറൈഡ് പോലെയോ ഒരു സൊല്യൂഷൻ എന്താ ചെയ്യുന്നത്, എയറിൽ നിന്ന് മോയിസ്ചർ അബ്സോർബ് ചെയ്യുന്നു. So as the moisture is removed, the specific humidity is decreased, and since the chemical dehumidification process is exothermic, so the air gets heated and dry bulb temperature increases. അതായത് എക്സോതെർമിക് റിയാക്ഷൻ ആണ് കെമിക്കൽ ഡീഹ്യൂമിഡിഫിക്കേഷൻ എന്ന് പറയുന്നത്, ഒരു എക്സോതെർമിക് റിയാക്ഷൻ ആണ്. അത് കാരണം എന്ത് ചെയ്യുന്നു, നമുക്ക് ഹീറ്റ് ഈസ് ബീൻ ലിബറേറ്റഡ് ആൻഡ് ദാറ്റ് ഈസ് ബീൻ accepted by the air. So എയർ ഹീറ്റ് ആവും. എയർ ഹീറ്റ് ആവും എന്ന് പറഞ്ഞാൽ എന്താണ്, ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ കൂടും. സോ ഇവിടെ ഓപ്ഷൻ വരുന്നത് ഡ്രൈ ബൾബ് ടെമ്പറേച്ചർ ഇൻക്രീസസ് ആൻഡ് സ്പെസിഫിക് ഹ്യൂമിഡിറ്റി ഡിക്രീസസ്. ഓപ്ഷൻ ഇസ് സി.